ഇവിടെ ആള് റെഡിയാണോ എന്ന് നോക്കാം. ഹലോ. ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. ഈശ്വരാ രക്ഷപ്പെട്ടു. ട്രെയിൻ സമയത്തിന് വന്നു. പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ക്യാമറ ശരിക്കും കണ്ടോട്ടെ. കണ്ടില്ലല്ലോ? ആരെങ്കിലും കണ്ടോ? അകത്ത് മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നില്ല. ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ് ഉള്ളീന്ന് വരട്ടെ. വീട്ടിലെല്ലാരെയും കാണാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. പുറമേന്ന് കണ്ടപ്പോ ഭയങ്കര ഭംഗിയുള്ള വീട്. അകത്ത് പറഞ്ഞു കുറച്ച് തെറ്റിപ്പോയതാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഡാഡിജി എവിടെ ഇരിപ്പുണ്ട്? ഡാഡിജി ഡാഡിയോടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ? നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. ആളെങ്ങനെ? ഇങ്ങനെ തന്നെ. അതല്ല, കുഴപ്പക്കാരിയൊന്നുമല്ലല്ലോ. പത്തരമാറ്റ തങ്കം അല്ലാത്ത ഒരാളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരുമോ? വില പിടിച്ച പലതും ഉള്ള വീടാ. അയ്യോ, ഒരു കുഴപ്പമുണ്ടാവില്ല. വത്സമ്മയുടെ മള്ളിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്ലാന്റ് ഹൗസ് ആണ്. ഇവിടെ മുഴുവൻ ചെടികളാണ് അല്ലേ? വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടി കലകരിക്കില്ലേ അതുപോലെ. എനിക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ആദ്യം വരുമ്പോ അടുക്കളയിലേക്കാണ് വരുന്നത്. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്നിട്ട് അലക്കാൻ പറ്റില്ല, ഇത്തിരി ചോറ് തരും. അടുക്കള കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വൈറ്റ് അടുക്കള എങ്ങനെയാ ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കണേ? നമ്മളിവിടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നു. അവസാനം ഗസ്റ്റിനെ കൊണ്ട് ഞാനിവിടെ ഭക്ഷണം വരെ വിളമ്പിച്ചോണ്ട്. ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. അല്ല, അവിയല് കൂട്ടി കഴിക്കാൻ പറയായിരുന്നു. അങ്ങനെ നമ്മൾ മോളിലെത്തി. സ്ഥലം ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ടോ? എന്റെ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല. വെരി ഗുഡ്. ഇതാണ് ജാപ്പനീസ് ട്രീ എന്ന് പറഞ്ഞിട്ട് നല്ല രസമുള്ള ഒരു മരം. നമ്മൾ ഈ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? മൂലമറ്റം പവർ ഹൗസ് മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. ഓ, സന്തോഷമായി. പരമാവധി ഉപദ്രവിക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ ഇവിടെ ഒക്കെ കാണിച്ചു നിങ്ങൾ പോയിക്കൂടെ, നേരം കുറെ ആയില്ലേ? ആകെ കൂടി ഇച്ചിരി സമാധാനം കിട്ടുന്ന തുടങ്ങുമ്പോളാ അതൊന്നും അറിയല്ലേ. നമുക്ക് മാത്രമല്ലടാ, അവനുമില്ല സമാധാനം. നാഗവല്ലിയാകും. ഹണിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ചെടികളുടെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ആ ചെടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. നേരെ നിൽക്കുന്ന, അത് ഇരുട്ടായതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല. തെങ്ങുണ്ട്, മാവുണ്ട്, ചക്കയുണ്ട്, റാഗിയുണ്ട്, ഗോതമ്പുണ്ട്. അപ്പൊ ഏതായാലും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സമാധാനം, സന്തോഷം. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്തെത്ര ധൃതി? ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗമുണ്ടോ? സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. അല്ലാതെ നമ്മൾ കുറച്ചൊന്ന് സെൻസർ ചെയ്തിട്ട് മാത്രമേ ഭയങ്കര സൂക്ഷിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം. ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞത് നിന്നോട്ട് എനിക്ക് ടെൻഷനാണ്. ദൈവമേ, ഇത് വന്നു കഴിയുമ്പോ എന്താവും? നമ്മളെയാണല്ലോ മച്ചമ്പി. നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഇത് കേട്ടാ മതി എനിക്ക്. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ഇവിടെ വന്ന് ഞങ്ങളുടെ ക്യാമറ ചേട്ടനൊക്കെ ഇത്രയും ഒരു ഗസ്റ്റിനോട് വർത്താനം പറയണ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെയാണെങ്കിൽ എന്റെ 2 എണ്ണം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. സുഖാണോ?
അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? അയ്യോ, ഇതിനു വേണ്ടിട്ടൊന്നുമല്ല. വന്ന സ്ഥിതിക്ക് നിന്റെ മുഖം ഒന്ന് കാണാതെ പോയാ അതൊരു വിഷമാവേ. അറിയാലോ, എന്നാൽ ഇതെന്റെ ഒരു പതിവല്ലേ, വാങ്ങാതെ പോയാൽ എനിക്കും വിഷമാവും.